എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീപ്രിയ. എൻ്റെ വീട് എറണാകുളമാണ്. ഞാൻ ദ്രോണാചാര്യയിലെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് പഠിച്ച ഒരു കുട്ടിയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊല്ലം കരീപ്ര സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ്. എൻ്റെ സക്സസ് സ്റ്റോറി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ പേര് തസ്നി. ഞാൻ കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവൂരിലെ ഓൺലൈൻ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഞാൻ കരീപ്ര പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, ഈ യൂട്യൂബിനകത്ത് തന്നെ നമ്മൾ ഈ ഇതിൽ ആഡും അഡ്വർടൈസ്മെൻറ്റൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അവരുടെ ഓഫീസിൽ വിളിക്കുകയും ക്ലാസ്സിൻ്റെ കാര്യങ്ങളും എല്ലാം തിരക്കുകയൊക്കെ ചെയ്തു. അവസാനം ഞാൻ ആ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുകയും പിന്നെ ഒരു 9 മാസക്കാലം ഒരു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തത്. പിന്നെ അവരുടെ നോട്ട്സ് ആയാലും സപ്പോർട്ടായാലും മെൻറ്ററിൻ്റെ സപ്പോർട്ടായാലും നമുക്കിപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെൻറ്ററിനോട് ചോദിച്ചാൽ പുള്ളിക്കാരി ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ ബാച്ചിനും ഇന്ന മെൻറ്ററെന്നും പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സിനും ബേസ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമീകരണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് റിപ്ലൈ തരികയും നമ്മളെ നന്നായിട്ട് ഗൈഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്കുള്ള ഡെയിലി എക്സാംസും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അങ്ങനെ എല്ലാം നല്ല രീതിയിൽ അവർ കണ്ടക്ട് ചെയ്യും. നമുക്ക് അതിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയും നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്ത് ഒരു കറക്റ്റ് ട്രാക്കിൽ, ഒരു എക്സാമിൻ്റെ കറക്റ്റ് ട്രാക്കിലാണ് നമ്മളെ എത്തിച്ചത്. പിന്നെ എൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞാൻ HDC എടുത്തതാണ്. ഞാൻ BSc സുവോളജി ആയിരുന്നു. അപ്പം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും എനിക്കില്ല. അപ്പോൾ കോപ്പറേഷൻ ആയാലും ലോ ആയാലും നമുക്ക് ജസ്റ്റ് അറിയാം, കുഴപ്പമില്ല. പക്ഷേ അക്കൗണ്ടൻസി, ബാങ്കിങ്, കോസ്റ്റിങ് ഈ മേഖലയിലൊക്കെ ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ ഇവരുടെ കറക്റ്റുള്ള ഒരു PDF നോട്ടും ഒരു എന്ന് വെച്ചാൽ ചെറിയ രീതിയിലല്ല, ആ ഒരു സബ്ജക്റ്റ് എങ്ങനെ കറക്റ്റ് കീറി മുറിച്ച് നമ്മളെ പഠിപ്പിക്കുമല്ലോ, ആ രീതിയിലാണ് നല്ല എഫക്റ്റീവായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നോട്ട്സ് ആയാലും ഞാൻ PDF എടുത്താലും പ്രിൻ്റ് എടുക്കൂല, അവരുടെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരുന്നു. ആ റെക്കോർഡഡ് ക്ലാസ് ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ടൈം കണ്ടെത്തി വീട്ടിൽ ഇരുന്ന് തന്നെ, വേറെ ഒരു പരിപാടിയും ഇല്ലാതെ വീട്ടിൽ ഇരുന്ന് തന്നെ ഞാൻ എൻ്റെ കയ്യാലെ നോട്ട് എഴുതി പഠിച്ചു. നോട്ട് എഴുതി പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് PDF എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് വരില്ല. എല്ലാവർക്കും അങ്ങനെയല്ല. എനിക്കത് നോട്ട് എഴുതി തന്നെ പോകുമ്പം എനിക്ക് ഒന്നും കൂടെ മൈൻഡിൽ കയറുകയും നമ്മളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിവിഷനായിരുന്നു മെയിനായിട്ട് ചെയ്തത്. ഒരു വട്ടം പഠിച്ച കാര്യം വീണ്ടും വീണ്ടും ഞാൻ റിവൈസ് ചെയ്തു. ഞാനൊരു ചാർട്ട് പോലെ വരച്ച് ടോപ്പിക്സൊക്കെ എഴുതി വെച്ചിട്ട് ഓരോ ടിക്കിടും, ഒരു റിവൈസ് ചെയ്തു. പിന്നെ അടുത്ത പ്രാവശ്യം അടുത്തത് റിവൈസ് ചെയ്തു. അങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെ ഒരു 2-3 പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം എനിക്ക് തോന്നുന്നു ആ എക്സാമിന് മുമ്പ് തന്നെ ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡെയിലി എക്സാംസും ഞാൻ കണ്ടക്ട് ചെയ്യും. എത്ര സമയം ഇല്ലെങ്കിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒരു ദിവസം ആവുകയാണെങ്കിൽ പോലും ഞാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വിഷമമായിരുന്നു. അങ്ങനെ ഇരുന്ന് പഠിക്കുമായിരുന്നു. കാരണം നമുക്കൊരു ജോലി അത്യാവശ്യമാണ്. ആ ഒരു അത്യാവശ്യമാണ് നമ്മളെ ആ ഒരു മേഖലയിലേക്ക് എന്തായാലും നമ്മളെ എത്തിക്കുന്നത്. പിന്നെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും കൂടെ ആരും വരില്ല. നമ്മൾ തന്നെ ഇറങ്ങിച്ചെന്ന് നമുക്ക് തന്നെ ഉള്ള ആവശ്യത്തിൽ മാത്രമേ നമുക്ക് ഇതിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ഇതായിരുന്നു എൻ്റെ ഒരു സ്റ്റോറി. എൻ്റെ ജോലി എൻ്റെ ഒരു ഡ്രീമായിരുന്നു. ആ ഡ്രീമിലേക്ക് എത്താൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ദ്രോണാചാര്യ പെരുമ്പാവൂരാണ്. കാരണം അവിടേക്ക് ഡെയിലി നമ്മൾ പോകുമ്പോൾ ഡെയിലി അവിടെ എക്സാം കണ്ടക്ട് ചെയ്യും. വീക്കിലി എങ്ങനെയാണോ നമ്മൾ എക്സാം ഹോളിൽ എക്സാം എഴുതുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ എക്സാം അവിടെ കണ്ടക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മളെ ഓരോ സബ്ജക്റ്റ് വൈസ് നമ്മൾ എത്ര മാർക്കാണ്, എവിടെയാണ് കുറഞ്ഞതെന്ന് എല്ലാവരും നോട്ട് ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ കുറവ് എവിടെ, എങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയെന്നും അവിടെ സാർമാർ, ടീച്ചേഴ്സ് എല്ലാവരും ഒരേ പോലെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോഴും ആ മോട്ടിവേഷൻ കൂടിയേ വരുള്ളൂ. ഒരിക്കലും നമ്മൾ ബിലോ ആവറേജിലേക്ക് നമ്മൾ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ നോട്ട് ചെയ്യും. ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഗൈഡൻസ് എനിക്ക് ദ്രോണാചാര്യ പെരുമ്പാവൂർ തരാറുണ്ട്. കാരണം എപ്പോൾ നമ്മൾ ഒരു ഡൗട്ടായിട്ട് ചെന്ന് കഴിഞ്ഞാലും അവർ നന്നായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ ഞാൻ ബയോടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അക്കൗണ്ടൻസി ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, എങ്ങനെ പഠിക്കും, അവിടെയാണ് എനിക്ക് മാർക്ക് എപ്പോഴും പോവാറുള്ളത്. ഇവിടെ വന്നിട്ട് ഷിഹാബ് സാറിൻ്റെ ക്ലാസ് കാര്യങ്ങൾ ബേസ് തൊട്ട് നമുക്ക് സ്പെഷ്യൽ ക്ലാസ് അതോടുകൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ടായിരുന്നു. അതോടുകൂടി ആ ഒരു ടെൻഷൻ മാറി
നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആയിട്ട് വന്നാൽ കൂടി നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നു. അതുപോലെ ഓൺലൈൻ ബാച്ചും ഞാൻ ഇതേപോലെ തന്നെ കണ്ടക്ട് ചെയ്യായിരുന്നു. പിന്നെ പഠിക്കുമ്പോൾ ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്യാറുണ്ട്. ആ ടൈം ടേബിളിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ വരും. നമ്മൾ ആ ഒരു ടൈം ടേബിളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉറക്കം, അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ആ ഉറക്കത്തിന് വെടിയാനൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അങ്ങനെ ആ രീതിയിലായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെയാണ് എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ ഇപ്പോഴും ദ്രോണാചാര്യ പെരുമാളിൻ്റെ ഓൺലൈൻ ആപ്പ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇനി അങ്ങോട്ടുള്ള എക്സാമുകളിലേക്ക്, ഇനി ഉയരങ്ങളിലേക്ക് എത്താനും ദ്രോണാചാര്യ പെരുമ്പാവൂർ തീർച്ചയായിട്ടും സഹായിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ തീർച്ചയായും ഞങ്ങളും ഈ ഒരു മൊബൈൽ ആപ്പ് വഴിയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. ഇനി സഹകരണ മേഖലയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ദ്രോണാചാര്യ പെരുമ്പാവൂർ. അപ്പോൾ താങ്ക് യു.